കാർഷിക മേഖലയിൽ ജീവിതം തിട്ടപ്പെടുത്തി സാമ്പത്തിക ഭദ്രത കൈവരിച്ച നിരവധി കർഷകർ ഞാറ്റുവേലയിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. എന്നാൽ കൃഷി എന്നതിനെ വ്യത്യസ്ത സമീപന രീതിയോടെ വീക്ഷിക്കുന്ന അന്നമനട സ്വദേശി കമാലിന്റെ കാർഷിക വിശേഷങ്ങളാണ് ഞാറ്റുവേലയിൽ ഇന്ന്. വിശാലമായ കൃഷിയിടങ്ങൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ കേരളം എത്തിയെന്ന് വരില്ല. ഭക്ഷ്യസുരക്ഷയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള ആദ്യ ചുവടുവയ്പ് ഓരോ വീട്ടുമുറ്റത്തു നിന്നുമാകണം. അവനവന് വേണ്ട പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം സ്വയമേ ഉൽപ്പാദിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു പൗരനെന്ന നിലയിൽ കേരളീയ കാർഷിക സംസ്കാരത്തെ പിടിച്ചു നിർത്തുക എന്ന കർത്തവ്യബോധത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കാർഷിക മേഖലയിൽ വ്യത്യസ്തനാവുകയാണ് കമാൽ. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഇദ്ദേഹം 23 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരികെ എത്തിയത് മനസ്സിൽ ഒരുപാട് കാർഷിക സ്വപ്നങ്ങളോടെയായിരുന്നു. തന്റെ കൃഷിയിടം സാക്ഷാത്കരിച്ചതാകട്ടെ ചാലക്കുടി പുഴയോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്ത്. അന്നമനടയിലെ കമാലിന്റെ കൃഷിയിടം ഇന്ന് 100-ലേറെ പഴവർഗ്ഗ ചെടികളും വ്യത്യസ്ത ഇനം പച്ചക്കറി വിളകളും ഔഷധ ചെടികളും കൊണ്ട് സമ്പന്നമാണ്. ഒരു 16 വർഷം മുമ്പ് നാട്ടിൽ നല്ലൊരു സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാം, ആരോഗ്യമുള്ള സമയത്ത് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് ഗൾഫിലുണ്ടായിരുന്ന എനിക്കും ഭാര്യയ്ക്കും ജോലി ഉണ്ടായിരുന്നു. ഗൾഫിൽ ഞങ്ങൾ റിസൈൻ ചെയ്ത് പോകുന്നതാണ്. അതിനുശേഷം ഇവിടെ വന്നപ്പോൾ ജീവിതത്തിന് ആ കെട്ടിപ്പടുക്കേണ്ട സമയം അതാണെന്ന്, ആ സമയത്തെ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നി ബിസിനസ്സും കൃഷിയുമായിട്ട് തുടങ്ങി. ആ കൃഷി കുറച്ചും കൂടി വിപുലപ്പെടുത്തി ഞാൻ താമസിച്ച് ഇതിനു മുമ്പ് വേറൊരു സ്ഥലത്ത് താമസിച്ചിരുന്നു. അവിടെയും നന്നായിട്ട് നല്ല നിലയിൽ കൃഷി ചെയ്തു. അതിനുശേഷം ഇവിടെ പുഴ സൈഡിൽ ഒരു സ്ഥലം കിട്ടി. ആ സ്ഥലം ഇത് വെച്ചു, അവിടേക്ക് വീട് വെച്ചു. അത്യാവശ്യമായിട്ട് കൃഷികൾ തുടങ്ങി. പിന്നീടാണ് മനസ്സിലായത് നമുക്ക് അടുത്ത കാലഘട്ടത്തിൻ്റെ ആവശ്യം നമ്മൾ തീർത്തും ഓർഗാനിക്കായിട്ടുള്ള ഭക്ഷണം സാധനങ്ങളാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി. ഇന്ന് തീർത്തും എനിക്ക് മറ്റുള്ളൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ട എല്ലാ വക പച്ചക്കറികളും ഫ്രൂട്ട്സും ഇലക്ട്രിസിറ്റി അടക്കം ഗ്യാസ് അടക്കം ഇന്ന് ഞാൻ തന്നെ ഉൽപ്പാദിപ്പിച്ച് ചെയ്യുന്നത്. കൃഷി എന്നത് കമാലിന് കേവലം ഒരു വരുമാന സ്രോതസ് മാത്രമല്ല, മറിച്ച് മാനസികവും ശാരീരികവുമായ ഉല്ലാസവും ഉന്മേഷവും ഇദ്ദേഹം സ്വന്തമാക്കുന്നത് കൃഷിയിൽ നിന്നാണ്. ഈ കർഷകന്റെ കാർഷിക മേഖലയെക്കുറിച്ചുള്ള ചിന്താഗതികളും വ്യത്യസ്തം തന്നെയാണ്. നമ്മുടെ മാനസിക സംതൃപ്തിയാണ് ഏറ്റവും വലുത്. കാരണം ഇപ്പോൾ ഇത് ഇറങ്ങി നമ്മൾ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മളുടെ മകൻ്റെ കുട്ടികളുണ്ട്, അവരൊരു പേരക്ക പൊട്ടിച്ച് തിന്നുക, അല്ലെങ്കിൽ ഒരു നാരങ്ങ അവർക്ക് പൊട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഓരോന്ന് പൊട്ടിച്ച് തരുമ്പോൾ അത്രയും ഒരു മാനസിക സന്തോഷം ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വേറെ കിട്ടാനില്ല. അപ്പോൾ നമ്മളുണ്ടാക്കിയ നമ്മൾ ഓർക്കാൻ തീർത്തും നമുക്ക് കഴുകാതെ നേരെ പൊട്ടിച്ച് തിന്നാം. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമുക്കല്ലാതെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ മറ്റു പലർക്കും, കാരണം ഒരു പ്രത്യേകിച്ച് മലയാളീസിന് നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്. ഭൂമി ഇല്ലാത്തൊരു മലയാളിയും പൊതുവെ ഇല്ല, സാധാരണ എല്ലാം വളരെ കുറവാണ്. അവർക്കുള്ള ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് സാധിക്കും. ദീർഘവീക്ഷണത്തോടെ വരുംകാലത്തെ ആവശ്യകത മുൻകൂട്ടി കണ്ടറിഞ്ഞായിരുന്നു ഈ മനോഹര കൃഷിയിടത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇദ്ദേഹം തുടങ്ങിയത്. അന്നമനടയിലേക്ക് താമസം മാറാൻ തുടങ്ങുന്നതിന് മുൻപേ മനസ്സിലെ കാർഷിക സ്വപ്നങ്ങൾക്ക് വിത്തുപാകിയിരുന്നു കമാൽ. അതിനായി വീട് പണിയോടൊപ്പം വിവിധ ഇനം വിളകളും വളർത്തുന്നതിലും ഇദ്ദേഹം ശ്രദ്ധ കൊടുത്തു. പക്ഷേ ഇന്ന് വളരെ അടുത്താണ് ആൾക്കാർ തുടങ്ങിയിട്ടുള്ളത്, മറ്റുള്ള ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അവർക്ക് ഇനി അതിൻ്റെ ഒരു ഉപയോഗം, അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അടുത്ത ഒരു 4, 5, 10 വർഷം കാത്തിരിക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യഘട്ടത്തിൽ ഇതിൽ ഇറങ്ങിയതുകൊണ്ട് ഇന്ന് ഞാൻ അതിൻ്റെ ഉൽപ്പാദനം ഉപയോഗിച്ചു തുടങ്ങി. വിദേശ ഇനം പഴവർഗ്ഗ ചെടികളാണ് ഈ കൃഷിയിടത്തിലെ മുഖ്യ ആകർഷണീയ വിളകൾ. ഒരേക്കർ സ്ഥലപരിധിയിൽ ഇത്രയേറെ വിളകൾ ഉൾപ്പെടുത്തിയതിന് പിന്നിലും കമാൽ എന്ന കർഷകന്റെ ദീർഘവീക്ഷണമുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ 100ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. 40-50 വെറൈറ്റി കായ്ക്കുന്നത് തന്നെയുണ്ട്, വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീട് വെച്ചിട്ട് 8 വർഷമായിട്ടുള്ളൂ. പക്ഷേ 10 വർഷം മുമ്പ് ഞാനത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി.
കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് തൈകൾ വാങ്ങി കുരുകൾ വാങ്ങി മുളപ്പിച്ചു, ഗ്രോ ബാഗിലും ചട്ടിയിലുമാക്കി വെച്ചു. വീട് പണി കഴിഞ്ഞതോടുകൂടി അതിനൊരു മനസ്സിലൊരു പ്ലാൻ ചെയ്ത് നമ്മളൊരു ഐഡിയ ചെയ്ത് ആ സ്ഥലത്ത് കുഴിച്ചിട്ടപ്പോൾ 2 വർഷം വീട് പണി കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 വർഷം വളർച്ചയുള്ള തൈകളുണ്ടായി. പിറ്റേ വർഷം അത് കായ്ച്ചു തുടങ്ങിയതുണ്ട്, ആ വർഷം തന്നെ കായ്ച്ചു തുടങ്ങിയതുണ്ട്, 8 വർഷം കഴിഞ്ഞിട്ട് കായ്ച്ചു തുടങ്ങിയതുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വീട് പണി കഴിഞ്ഞതിന് ശേഷം എല്ലാം ചെയ്യാമെന്ന് ചോദിച്ചാൽ പിന്നീട് നമ്മൾ 8 വർഷമോ 4 വർഷമോ 6 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ കുറേ തൈകൾ മെച്ചുവറാവും, നമുക്ക് നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ എത്രയും വേഗം ഉപയോഗിക്കാൻ പറ്റും. വയലറ്റ് പേര, കിലോ പേര, സ്ട്രോബെറി പേര, മാർബിൾ പേര, സ്റ്റാർ ഫ്രൂട്ട്, എലിഫൻ്റ് ആപ്പിൾ, മുന്തിരി, അവക്കാഡോ, പിസ്ത, മുള്ളാത്ത, ചെറി, നാരകം, അറേബ്യൻ അത്തി, ഡ്രാഗൺ ഫ്രൂട്ട്, വുഡ് ആപ്പിൾ, ലിച്ചി, ചാമ്പ, സപ്പോട്ട, മാങ്കോസ്റ്റിൻ, ഓറഞ്ച്, മുട്ടപ്പഴം, നോനി, സീതപ്പഴം, അമ്പഴം, പീനട്ട് ഫ്രൂട്ട്, ഇങ്ങനെ വിദേശികളും സ്വദേശികളുമായ പഴവർഗ്ഗ ചെടികളുടെ വൻ ശേഖരം തന്നെയാണ് ഈ കൃഷിയിടം. ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോയവർക്ക് മനസ്സിലാകും ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നെല്ല് നമ്മൾ ഇവിടെ കേരളത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന നല്ല ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആപ്പിളും മുന്തിരി ഓറഞ്ചിലപ്പുറത്തൊരു ഫ്രൂട്ട്സ് സാധാരണ നെല്ലിൽ ഇല്ല. ഗൾഫിലൊക്കെ നമ്മൾ പോയി അവിടെ കാണുമ്പോൾ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടാവും. ഈ സാധനം ഈ മണ്ണിൽ തന്നെ വിളയുന്നതാണല്ലോ. ആ ഒരു ചിന്താഗതി എനിക്ക് വന്നു, ഇത് മണ്ണിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അമേരിക്കയിലെ മണ്ണായാലും ശരി, ഇവിടുത്തെ മണ്ണായാലും ക്ലൈമറ്റിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ അമേരിക്കയിലെ ക്ലൈമറ്റ് നമുക്ക് ഒരു വർഷത്തിൽ 1-2 മാസം നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ കാശ്മീരിലെ ഇല്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലെ ക്ലൈമറ്റ് നമുക്ക് ഒരു വർഷത്തിൽ 1-2 മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ മാസത്തെ വിളവ് കിട്ടാൻ പറ്റാവുന്ന എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ കായ്ക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തോന്നുന്നതുകൊണ്ട് വ്യത്യസ്ത സാധനങ്ങൾ കിട്ടിയ സാധനങ്ങൾ മുഴുവൻ ഗൾഫിൽ നിന്നായാലും യൂറോപ്പിൽ നിന്നായാലും മിഡിൽ ഈസ്റ്റിൽ നിന്നായാലും കിട്ടുന്ന തൈകളോ കുരുകളോ കൊണ്ടുവന്ന് നട്ട് പ്ലാന്റ് ചെയ്തപ്പോൾ എൻ്റെ അനുഭവത്തിൽ അത് കായ്ച്ചും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള പഴവർഗ്ഗമാണ് പേര. പക്ഷേ പേരയിൽ തന്നെ 5ഓളം ഇനങ്ങളാണ് കമാലിന്റെ പുരയിടത്തിൽ വളരുന്നത്. ചെറിയ ശിഖരങ്ങളിൽ ഭീമൻ ഫലങ്ങൾ സമ്മാനിക്കുന്ന ഇനമാണ് കിലോ പേര. നിറത്തിൽ വ്യത്യസ്തത പുലർത്തിക്കൊണ്ടാണ് വയലറ്റ് പേര ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ശിഖരങ്ങൾക്കും ഇലകൾക്കും കായ്ഫലത്തിനുമെല്ലാം വയലറ്റ് നിറമാണുള്ളത്. വെള്ളയും പച്ചയും ഇടകലർന്ന രൂപഭംഗി കൊണ്ട് മാർബിൾ പേരയും ഇവിടെ ഇടം നേടിയിട്ടുണ്ട്. സീഡിയം ജനുസിൽപ്പെട്ട സസ്യവർഗമാണ് പേര. 100ഓളം ഇനങ്ങളാണ് ലോകത്താകമാനം പേരയിലുള്ളത്. മെക്സിക്കോ, മധ്യ അമേരിക്ക, തെക്കേ അമേരിക്ക, കരീബിയൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളാണ് പേരയുടെ സ്വദേശം. അതുകൊണ്ട് തന്നെ കമാലിന്റെ വ്യത്യസ്ത ഇനം പേരകളുടെ ശേഖരണവും മറുനാടൻ നാടുകളിൽ നിന്ന് തന്നെയാണ്. പേര ഒരു 6 വെറൈറ്റിയോളം പേരയുണ്ട്. ഒന്ന് സാധാരണ നമ്മൾ കണ്ടുവരുന്ന കിലോ പേരയുണ്ട്, വയലറ്റ് പേരയുണ്ട്, മാർബിൾ പേരയുണ്ട്, അതുകൂടെ തന്നെ സീഡ്ലെസ് പേരയുണ്ട്, ബംഗാൾ പേരയുണ്ട്, ഉള്ളിൽ നല്ല ഡാർക്ക് ചുവപ്പായിട്ടുള്ളത്, നല്ല ചുവപ്പായിട്ടുള്ളതുണ്ട്, ഇളം ചുവപ്പായിട്ടുള്ളത്, അങ്ങനെ പല വെറൈറ്റി പേരുണ്ട്. ചെറുതിലെ ഒരു വർഷത്തുമ്പോൾ കായ്ക്കുന്ന ആ പേര പല വെറൈറ്റീസ് പേരയുണ്ട്. കമാലിന്റെ കൃഷിയിടത്തിൽ കൗതുകമുണർത്തുന്ന വിളയാണ് എലിഫന്റ് ആപ്പിൾ. 50 അടിയോളം ഉയരത്തിൽ വളരുന്ന ഈ മരം ആപ്പിളിനോട് സാദൃശ്യമുള്ള കായ്ഫലം സമ്മാനിക്കുന്നു. കായ്കളിൽ വിടർന്നു നിൽക്കുന്ന പൂവുകൾ കായ്കളുടെ വളർച്ചാഘട്ടത്തിൽ ഇതളുകൾ കൊഴിഞ്ഞ് കാമ്പ് ഭാഗത്തിന്റെ ആവരണത്താൽ മൂടപ്പെടുന്നു. എലിഫന്റ് ആപ്പിളിന്റെ വളർച്ചാഘട്ടങ്ങൾ ഓരോന്നും കൗതുകമുള്ള കാഴ്ച തന്നെയാണ്. എല്ലാത്തരം മണ്ണിലും കാലാവസ്ഥയിലും വളരുന്ന പ്രകൃതക്കാരാണ് എലിഫന്റ് ആപ്പിൾ. ആപ്പിളിന്റെ രൂപസാദൃശ്യമാണ് ഇവയ്ക്ക് ഈ പേര് വരാൻ കാരണം. പുളിരസമാണ് രുചി. ശ്രീലങ്ക, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇവയുടെ സ്വദേശം. 6 വർഷം എടുത്ത് കായ്ക്കാൻ. ഇത് സാധാരണ കണ്ടുവരുന്നത് നോർത്തേൺ ഏരിയ ബംഗാൾ ഭാഗത്താണ്. വെസ്റ്റ് ബംഗാളിൽ, ബംഗ്ലാദേശിലൊക്കെ ഉള്ള ഇതാണ് ആപ്പിൾ. പക്ഷെ അത് ആപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ഫ്രൂട്ട്സ് ആയിട്ടല്ല, അത് ഒരു പുളിയുള്ള ഒരു പുളിയുള്ള ഒരു ഫ്രൂട്ടായിട്ടാണ് അവർ പൊതുവെ ഉപയോഗിക്കുന്നത്. അച്ചാറിടാനും കറികളിൽ
ഇതൊക്കെയാണ് വെസ്റ്റ് ബംഗാളിൽ ഇത് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ സ്വദേശിയായ ഡ്രാഗൺ ഫ്രൂട്ടാണ് കമാലിന്റെ മറ്റൊരു പ്രിയ പഴവർഗ്ഗ ചെടി. ഉഷ്ണമേഖലാ പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കള്ളിമുൾ വർഗത്തിൽപ്പെടുന്നു ഈ ചെടി. ധാരാളം ശാഖകൾ താഴേക്ക് പടർന്നു വളരുന്നു. ഇലകളില്ലാത്ത ഇവ തണ്ടുകളിൽ ജലം ശേഖരിച്ചു വെച്ചാണ് വളരുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് അതിന് വെയിൽ കൂടുതലാണെന്ന് തോന്നിയപ്പോൾ അല്പം മറവ് വെച്ചു കൊടുത്തു. അപ്പോൾ ആ മറ നമുക്കൊരു അതിനൊരു കുട കൂടി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് 2 വർഷം കഴിയുമ്പോൾ കായ്ക്കുന്നത്. ആ സ്ഥാനത്ത് ഒരു വെണ്ട കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 3 മാസം 1 മാസം കൊണ്ട് അത് വലുതായി പൊന്തി വരും. അല്ലെങ്കിൽ ഒരു പപ്പായ വെച്ച് കഴിഞ്ഞാലും ഒരു 6 മാസം കൊണ്ട് അത് പൊന്തി വരും. അപ്പോൾ അതിന് തണൽ കിട്ടുന്ന സൈഡിലൊരു പപ്പായ വെക്കാതെ പൊന്തി വരും. കുറച്ച് കഴിയുമ്പോൾ അത് വെട്ടിക്കളഞ്ഞാലും നമുക്കിതിനൊരു ഷെയ്ഡായി. അപ്പോൾ ഞാൻ അങ്ങനെ പരീക്ഷിച്ച് നോക്കുമ്പോൾ ഡ്രാഗണൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഡ്രാഗൺ ഡയറക്റ്റ് വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ട്. ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും വളർന്ന് ഫലം തരുന്ന മധ്യ അമേരിക്കൻ സ്വദേശിയായ പീനട്ട് ഫ്രൂട്ടും ഇടം നേടിയിട്ടുണ്ട് ഇവിടെ. കടലയുടെ സ്വാദാണ് ഇവയ്ക്കുള്ളത്. വേനലാണ് പീനട്ട് ചെടിയുടെ പൂക്കാലം. ശാഖകളിൽ ചെറുപൂക്കൾ കൂട്ടമായി വിരിയുന്നു. ചെറുകായകൾ കുലകളായിട്ടാണ് ഉണ്ടാവുക. 3 വർഷം കൊണ്ട് ഫലം സമ്മാനിച്ചു ഇവ. മഞ്ഞ കലർന്ന ചുവപ്പ് നിറത്തോടെ വിളഞ്ഞുകിടക്കുന്ന പീനട്ട് ഫ്രൂട്ടുകൾ കേരളീയ മണ്ണിൽ ധാരാളമായി വിള സമ്മാനിക്കുമെന്ന് തെളിയിക്കുകയാണ് കമാലിന്റെ കൃഷിയിടം. വനപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു ചെടിയാണ് നോനി. ഔഷധ സസ്യമായ ഇവയാണ് കമാലിന്റെ കൃഷിയിടത്തിലെത്തുന്നവരെ സ്വാഗതം ആശംസിക്കുന്നത്. കവാടത്തോട് ചേർന്ന് വളരുന്ന ഈ ചെടി 18 മാസം കൊണ്ട് കായ്ഫലം സമ്മാനിച്ചവയാണ്. ചവർപ്പു രുചിയും കടുത്ത മണവുമുള്ള ഇതിന്റെ ഫലം ക്ഷാമകാലത്തെ ഭക്ഷണമായി പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നു. സമോബ, ഫിജി എന്നിവിടങ്ങളിലെ പ്രധാന ഭക്ഷ്യവിഭവമാണത്രേ ഇവ. പുളിരസം തീരെയില്ലാത്ത വലിയ പഴങ്ങൾ ലഭിക്കുന്ന പല വിദേശ ഇനം ചാമ്പകളും കമാലിന്റെ കൃഷിയിടത്തിലെ താരമായി കഴിഞ്ഞു. തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളാണ് ഇവയുടെ ജന്മദേശം. തൈകൾ നട്ട് 2 വർഷത്തിനുള്ളിൽ കായ്ച്ചു തുടങ്ങും ഇവ. ചുവപ്പ്, വെള്ള, പച്ച എന്നിങ്ങനെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ വലിപ്പമുള്ള കായ്ഫലം നൽകിക്കൊണ്ടുള്ള 5ഓളം ഇനം ചാമ്പകളാണ് കമാലിന് സ്വന്തമായുള്ളത്. ചില ചാമ്പ് ഇവിടെ നാട്ടിൽ തന്നെ സാധാരണ കണ്ടുവരുന്ന 2-3 വെറൈറ്റി ചാമ്പകളുണ്ട്. നമ്മൾ വെറും പൊങ്ങ് പോലെ ഇരിക്കുന്ന ചാമ്പ. എൻ്റെ കയ്യിലുള്ള ബാങ്കോക്ക് ചാമ്പയുണ്ട്, തായ്ലൻഡ് ചാമ്പയുണ്ട്, ആപ്പിൾ ചാമ്പയുണ്ട്. ഇതെല്ലാം ഹാർഡാണ്. ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞാൽ ശരിക്കും ആപ്പിൾ പോലെ തന്നെ ഇരിക്കും. നല്ല ഹാർഡാണ്. ശരിയായ നമ്മളൊരു ആപ്പിൾ കഴിക്കുന്ന പോലെ കടിച്ചു തിന്നുന്ന പോലെ അത്രയും ഹാർഡ് ഇതായിട്ടുള്ള ചാമ്പയാണത്. കേരളത്തിന്റെ കാലാവസ്ഥയിൽ യോജിപ്പോടെ വളരുന്ന പോർച്ചുഗീസ് സ്വദേശിയായ ചെറിയും പഴവർഗ്ഗങ്ങളോടൊപ്പം വളരുന്നവയാണ്. ധാരാളം ചെറുശാഖകളോടെ പടർന്നു വളരുന്ന ഇവയുടെ ഇലകൾ ചെറുതായിരിക്കും. വേനലിൽ പൂക്കുന്നതാണ് ചെറികൾ. ആപ്പിളിന്റെ രൂപസാദൃശ്യത്തോടെയുള്ള ചെറിയ ചെറുപഴങ്ങൾ കമാലിന്റെയും ഭാര്യയായ ജമീലയുടെയും ഇഷ്ടവിളകളിൽ ഒന്നാണ്. ഓരോ വിളയെയും സ്നേഹവാത്സല്യങ്ങളോടെയാണ് ഈ ദമ്പതികൾ പരിപാലിച്ചു വരുന്നത്. കൃഷി എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഞങ്ങളതിനെ സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ടു നടക്കുകയാണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ പറയുന്നത് തന്നെ നമ്മൾക്ക് മക്കളെ കാണാൻ പോകാം എന്ന രീതിയിലാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങും, ഓരോന്നിൻ്റെ അടുക്കൽ പോകും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഇന്ത്യ ചൈന